Hello students, welcome to Max class. Plus 1 Mathematics in the second chapter Relations and Functions in the first part ആണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. കഴിഞ്ഞ ഫസ്റ്റ് ചാപ്റ്ററിനെ പറ്റി നിങ്ങൾക്ക് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന മെയിൽ ഐഡിയിലൂടെ ഇൻസ്റ്റാ ഐഡിയിലൂടെ ചോദിക്കാവുന്നതാണ്. തുടർന്നുള്ള എല്ലാ ലെസൺസും മനസ്സിലാക്കാനും പഠിക്കാനുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ. ഫസ്റ്റ് ചാപ്റ്ററിൽ നമ്മൾ സെറ്റ്സ് എന്താണെന്ന് കണ്ടു അല്ലേ? ഇനി ഈ ഒരു സെക്കൻഡ് ചാപ്റ്ററിൽ സെറ്റ്സിന്റെ കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ് ആണ് കാണാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് എന്താണ് കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ് എന്ന് നോക്കാം. ഇപ്പോൾ ഇവിടെ രണ്ട് സെറ്റ്സ് എഴുതിയിട്ടുണ്ട്. അതിൽ എ എന്ന സെറ്റിലുള്ള എലമെന്റ്സ് ആണ് റെഡ് ആൻഡ് ബ്ലൂ. ഇനി ബി എന്ന സെറ്റിലെ എലമെന്റ്സ് ആണ് ബി, സി, എസ്. അപ്പോൾ രണ്ട് സെറ്റ്സ് കിട്ടി അല്ലേ? ഇനി ഈ രണ്ട് സെറ്റ്സിലെ ഓർഡേഡ് പെയേഴ്സ് എഴുതണം. അപ്പോൾ നമ്മൾ 10th ക്ലാസ്സിലെ മൂന്നാമത്തെ ചാപ്റ്ററിൽ ഓർഡേഡ് പെയേഴ്സ് എഴുതാൻ പഠിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഇപ്പോൾ ഫസ്റ്റ് ചാപ്റ്ററിലും നിങ്ങൾക്ക് ഓർഡേഡ് പെയേഴ്സ് എഴുതാൻ അറിയാം. അപ്പോൾ രണ്ട് സെറ്റ്സ് തന്നാൽ എങ്ങനെയാണ് ഓർഡേഡ് പെയേഴ്സ് എഴുതേണ്ടത്? അപ്പോൾ ഇതിനകത്ത് ഇതിൽ ഫസ്റ്റ് എലമെന്റ് എടുക്കാം, അതായത് റെഡും ഇതിലെ ഫസ്റ്റ് എലമെന്റും അത് ബി. അപ്പോൾ റെഡും ബി, അപ്പോൾ അതൊരു ഓർഡേഡ് പെയർ. ഇനി നെക്സ്റ്റ് ഇതിലെ ഫസ്റ്റ് എലമെന്റ് തന്നെ എടുക്കാം, അതോടൊപ്പം ഇതിലെ സെക്കൻഡ് എലമെന്റ് എടുക്കാം. അപ്പോൾ ഇവിടെ റെഡ് സി, നെക്സ്റ്റ് ഇതിലെ ഫസ്റ്റ് എലമെന്റ് ഇതിലെ തേർഡ് എലമെന്റ്, അപ്പോൾ റെഡ് എസ്. ഇനി അടുത്തത് ബ്ലൂ എടുക്കാം അല്ലേ? അതായത് സെക്കൻഡ് എലമെന്റ് എ എന്ന സെറ്റിലെ സെക്കൻഡ് എലമെന്റ്. ഇപ്പോൾ എ എന്ന സെറ്റിലെ ഫസ്റ്റ് എലമെന്റ് ബി എന്ന സെറ്റിലെ എല്ലാ എലമെന്റ്സ് ആയിട്ട് ഓർഡേഡ് പെയർ ആയി അല്ലേ? അതേപോലെ തന്നെ ഇനി എ എന്ന സെറ്റിലെ സെക്കൻഡ് എലമെന്റ് ബ്ലൂ. ആ ബ്ലൂ എന്ന എലമെന്റ് ബി എന്ന സെറ്റിലെ എല്ലാ എലമെന്റ്സ് ആയിട്ടും ഓർഡേഡ് പെയർ എഴുതണം. അപ്പോൾ നമുക്ക് എഴുതാം ബ്ലൂ, ഇവിടെ ബി, നെക്സ്റ്റ് ബ്ലൂ സി, നെക്സ്റ്റ് ബ്ലൂ എസ്. അപ്പോൾ ഇത്രയും ഓർഡേഡ് പെയർസ് നമുക്ക് കിട്ടി. ഏതൊക്കെയാണ്? റെഡിലെ ഈ റെഡ് എന്ന എലമെന്റ് ഈ ബി എന്ന സെറ്റിലെ എല്ലാ എലമെന്റ്സ് ആയിട്ടും ഓർഡേഡ് പെയർ ആയി. അതേപോലെ തന്നെ എ എന്ന സെറ്റിലെ സെക്കൻഡ് എലമെന്റ് അതായത് ബ്ലൂ എന്ന എലമെന്റ് ബി എന്ന സെറ്റിലെ ഈ ബി, സി, എസ് മൂന്ന് എലമെന്റ് ആയിട്ടും ഓർഡേഡ് പെയർ ആയി. അപ്പോൾ ടോട്ടൽ നമുക്ക് എത്ര ഓർഡേഡ് പെയർസ് കിട്ടി? 1 2 3 4 5 6 പെയർസ് കിട്ടി. അപ്പോൾ ഇങ്ങനെ ഈ ഓർഡേഡ് പെയർസ് ആയിട്ട് എഴുതുന്നതിനെയാണ് ഈ സെറ്റ് എയും സെറ്റ് ബിയുടെയും കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. നമുക്ക് എങ്ങനെ എഴുതാം കാർട്ടീഷ്യൻ പ്രൊഡക്റ്റിനെ? ഇങ്ങനെയാണ് കാർട്ടീഷ്യൻ പ്രൊഡക്റ്റിനെ റെപ്രസെന്റ് ചെയ്യുന്നത്, എ ക്രോസ് ബി അല്ലെങ്കിൽ എ കാർട്ടീഷ്യൻ ബി. അപ്പോൾ ഈ എ കാർട്ടീഷ്യൻ ബിയിലെ സെറ്റ് ബിൽഡർ ഫോമിൽ നമുക്ക് എങ്ങനെ എഴുതാം? അതായത് സെറ്റ് ഓഫ് ഓൾ എ ബി എലമെന്റ്സ് സച്ച് ദാറ്റ് A belongs to set A and B belongs to set B. അപ്പോൾ ഈ ഓർഡേഡ് പെയർസ് ആയിട്ടുള്ളതിൽ ഫസ്റ്റ് എലമെന്റ് എല്ലാം എ എന്ന സെറ്റിലാണ് അല്ലേ? ഇതിലെ ഓർഡേഡ് പെയർസിലെ എല്ലാ ഫസ്റ്റ് എലമെന്റ്സും എ എന്ന സെറ്റിലാണ്. ഇനി സെക്കൻഡ് എലമെന്റ്സ് എല്ലാം ബി എന്ന സെറ്റിലാണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ സെറ്റ് ബിൽഡർ ഫോമിൽ എ ക്രോസ് ബി അല്ലെങ്കിൽ എ കാർട്ടീഷ്യൻ ബി എഴുതാം. അപ്പോൾ ഇതാണ് കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ്. അതായത് രണ്ട് സെറ്റ്സ് കിട്ടിയാൽ ആ രണ്ട് സെറ്റ്സിനെയും കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ് എഴുതാൻ നമ്മൾ പഠിച്ചല്ലോ. ഇനി ഈ എ ക്രോസ് ബിയിലെ ഫസ്റ്റ് ഓർഡേഡ് പെയർ എടുക്കാം, അതായത് റെഡും ബി. അപ്പോൾ റെഡ് ബി ഈ ഒരു ഓർഡേഡ് പെയർ എടുത്തു. ഇനി ഇതിനോട് ഈക്വൽ ആയിരിക്കോ ബി കോമ റെഡ്. അപ്പോൾ ഈ ഒരു ഓർഡേഡ് പെയറിൽ റെഡ് ആൻഡ് ബി ആണ്, ഇതിൽ ബി ആൻഡ് റെഡ് ആണ്. ഇത് രണ്ട് ഈക്വൽ ആയിരിക്കോ? ഈക്വൽ ആയിരിക്കില്ല. അപ്പോൾ ഇത് ഒരിക്കലും ഈക്വൽ അല്ല, കാരണം സെറ്റ് എയിലെ എലമെന്റ്സ് ആണ് ഇതിലെ ഫസ്റ്റ് എലമെന്റ്സ്. ആ എ ക്രോസ് ബി എഴുതുമ്പോൾ എ ആയിരിക്കും, എ എന്ന സെറ്റിലെ എലമെന്റ്സ് ആയിരിക്കും ഫസ്റ്റ് എലമെന്റ്സ്. ഇനി അതേപോലെ തന്നെ ബി എന്ന സെറ്റിലെ എലമെന്റ്സ് ആയിരിക്കും സെക്കൻഡ് എലമെന്റ്സ്. അപ്പോൾ ഇത് അങ്ങനെയാണെങ്കിൽ ഇത് ഈക്വൽ ആയിരിക്കും? ഇത് ഒരിക്കലും ഈക്വൽ ആയിരിക്കില്ല, കാരണം റെഡ് എന്നത് എ എന്ന സെറ്റിലെ എലമെന്റ് ആയിരിക്കണം, അതാണ് എ ക്രോസ് ബി. അപ്പോൾ ഇത് ബി ക്രോസ് എ ആയിരിക്കും അല്ലേ? അപ്പോൾ എ ക്രോസ് ബിയും ബി ക്രോസ് എയും ഈക്വൽ അല്ല. ഇറ്റ് മീൻസ് റെഡ് കോമ ബി നോട്ട് ഈക്വൽ ടു ബി കോമ റെഡ്. അപ്പോൾ കാർട്ടീഷ്യൻ പ്രൊഡക്റ്റിന്റെ ഒരു പ്രോപ്പർട്ടി പഠിച്ചു. ഇനി നെക്സ്റ്റ് പ്രോപ്പർട്ടി എന്താണെന്ന് നോക്കാം. സെറ്റ് എയിൽ എത്ര എലമെന്റ്സ് ഉണ്ട്? 2 എലമെന്റ്സ് ഉണ്ട്. സെറ്റ് ബിയിൽ 3 എലമെന്റ്സ് ഉണ്ട്. അപ്പോൾ നമുക്ക് എഴുതാം നമ്പർ ഓഫ് എ ഈക്വൽ ടു 2 അല്ലേ? 2 എലമെന്റ്സ് ആണുള്ളത്. നെക്സ്റ്റ് നമ്പർ ഓഫ് ബി ഈക്വൽ ടു 3, 3 എലമെന്റ്സ് ഉണ്ട്.
അപ്പോൾ എ ക്രോസ് ബി എന്ന അല്ലെങ്കിൽ എ കാർട്ടീഷ്യൻ ബിയിൽ എത്ര എലമെന്റ്സ് ഉണ്ട് നമുക്ക് എണ്ണാം. 1 2 3 4 5 6 അല്ലെ, 6 എലമെന്റ്സ് ആണ് ഉള്ളത്. അപ്പോൾ നമുക്ക് നമ്പർ ഓഫ് എ ക്രോസ് ബി എഴുതാം. നമ്പർ ഓഫ് എ ക്രോസ് ബി ഈക്വൽ ടു 6 എലമെന്റ്സ്. അപ്പോൾ ഈ 6 എങ്ങനെയാണ് കിട്ടിയത്? 2 into 3 അല്ലേ 6. അതായത് എ എന്ന സെറ്റിൽ എത്ര എലമെന്റ്സ് ഉണ്ടോ അതേ ഇൻറ്റു ബി എന്ന സെറ്റിലെ എലമെന്റ്സ്, അതായത് 2 into 3 ടോട്ടൽ 6 എലമെന്റ്സ് ഉണ്ടായിരിക്കും ഏതിൽ? എയുടെയും ബിയുടെയും കാർട്ടീഷ്യൻ പ്രൊഡക്റ്റിൽ. ഇനി നമുക്ക് നെക്സ്റ്റ് പ്രോപ്പർട്ടി നോക്കാം. സെറ്റ് എ ബി രണ്ട് സെറ്റ്സ് ഉണ്ട്, അതിൻ്റെ കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ് എ ക്രോസ് ബി. ഇനി ഇതിൽ ഒരു സെറ്റ് എം ടി സെറ്റ് ആണെങ്കിലോ, അതായത് ഇപ്പോൾ സപ്പോസ് ബി എന്ന സെറ്റ് എം ടി സെറ്റ് ആണെങ്കിൽ എ ക്രോസ് ബി എന്ത് സെറ്റ് ആയിരിക്കും? എം ടി സെറ്റ് തന്നെയായിരിക്കും. നമുക്കൊരു എക്സാമ്പിൾ വേണമെങ്കിൽ നോക്കാം. ഇപ്പോൾ എ എന്ന സെറ്റിൽ ഒരു എക്സ് വൈ എലമെന്റ്സ് ഉണ്ട്. ഇനി ബി എന്ന സെറ്റ് എം ടി സെറ്റ് ആണ്. അപ്പോൾ എ ക്രോസ് ബി എങ്ങനെയായിരിക്കും? എ ക്രോസ് ബി നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റുക? അതായത് എയിലെ എലമെന്റ് ആദ്യം എടുക്കണം അല്ലേ. അപ്പൊ അതായത് എക്സ് എടുത്തു, എക്സ് എന്ന എലമെന്റ് എടുത്തു. പക്ഷെ ബിയിലെ എലമെന്റ് ഉണ്ടോ? ഇല്ല. അപ്പൊ ബിയിലെ എലമെന്റ് ഇല്ലാത്തതുകൊണ്ട് നമുക്ക് എഴുതാൻ പറ്റും, ഓർഡർ പെയർ ആക്കി എഴുതാൻ പറ്റില്ല. ഇറ്റ് മീൻസ് എ ക്രോസ് ബി ഈസ് എ എം ടി സെറ്റ്. അപ്പൊ അതാണ് തേർഡ് പ്രോപ്പർട്ടി. നമുക്ക് ഫോർത്ത് പ്രോപ്പർട്ടി നോക്കാം. ഇനി അതേപോലെ തന്നെ എ ബി എന്ന രണ്ട് സെറ്റ്സിൽ ഒരു സെറ്റ് ഇൻഫിനിറ്റ് സെറ്റ് ആണെങ്കിലോ, ഇപ്പോൾ എ ക്രോസ് ബി എന്തായിരിക്കും? എ ക്രോസ് ബിയും ഒരു ഇൻഫിനിറ്റ് സെറ്റ് ആയിരിക്കും. ഇതേപോലെ തന്നെ നമുക്ക് എഴുതാം. ഇപ്പോൾ എ എന്ന സെറ്റ് ഒരു ഫൈനൈറ്റ് സെറ്റ് ആണ്, ബി എന്ന സെറ്റ് ഒരു ഇൻഫിനിറ്റ് സെറ്റ് ആണെന്ന് വിചാരിക്കാം. അപ്പോൾ എ ക്രോസ് ബി നമുക്ക് ഇൻഫിനിറ്റ് സെറ്റ് ആയിട്ട് കിട്ടും, കാരണം ബിയിലെ എലമെന്റ്സ് ഇൻഫിനിറ്റ് ആണ്. എ ക്രോസ് ബി നമ്മൾ കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് ഇൻഫിനിറ്റ് സെറ്റ് കിട്ടും. എ ക്രോസ് ബി ഒരു ഇൻഫിനിറ്റ് സെറ്റ് ആയിരിക്കും. ഇനി നമുക്ക് നെക്സ്റ്റ് പ്രോപ്പർട്ടി എന്താണെന്ന് നോക്കാം. നെക്സ്റ്റ് പ്രോപ്പർട്ടി എ എന്ന സെറ്റ്, ഈ എ എന്ന സെറ്റിനെ കാർട്ടീഷ്യൻ ചെയ്യാണ് ആ സെറ്റിനോട് തന്നെ, അതായത് എ ക്രോസ് എ. ഇനി ഈ എ ക്രോസ് എ എന്ന സെറ്റിനോട് ഒന്നുകൂടെ എ എന്ന സെറ്റിനെ കാർട്ടീഷ്യൻ ചെയ്യാണ്, അതായത് ഒരു ക്രോസ് എ. അപ്പോൾ എ ക്രോസ് എ ക്രോസ് എ, എ എന്ന സെറ്റിനെ 3 ടൈംസ് കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ് കാണുവാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? ഇത് ജസ്റ്റ് സെറ്റ് ബിൽഡർ ഫോമിൽ നമുക്ക് എഴുതി നോക്കാം. എ കോമ ബി കോമ സി 3 എലമെന്റ്സ് ഉണ്ട്. ആ 3 എലമെന്റ്സും എ എന്ന സെറ്റിലെ എലമെന്റ്സ് ആണ്. അപ്പോൾ എ കോമ ബി കോമ സി സച്ച് ദാറ്റ് എ കോമ ബി കോമ സി ബിലോങ്സ് ടു എ. അപ്പോൾ എ ബി സി എന്ന 3 എലമെന്റ്സും എ എന്ന സെറ്റിലെ എലമെന്റ്സ് ആണ്. അപ്പോൾ 3 ടൈംസ് ഇതിൻ്റെ കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ് കാണുമ്പോൾ ഈ എ ബി സി എന്ന എലമെന്റ്സിനെ പറയുന്നതാണ് ഓർഡേഡ് ട്രിപ്ലെറ്റ്. അതായത് എയും ബിയും സിയും ആ സെറ്റിലെ തന്നെ എലമെന്റ്സ് ആണ്. അപ്പോൾ ഇങ്ങനെ എയും ബിയും സിയും എഴുതുന്നത് തന്നെയാണ് ഓർഡേഡ് ട്രിപ്ലെറ്റ് എന്ന് പറയുന്നത്. പെയർ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. എന്തുകൊണ്ടാണ്? പെയർ എന്ന് വെച്ചാൽ 2 എലമെന്റ്സ് ഉണ്ടാവുള്ളൂ, ഇവിടെ 3 എലമെന്റ്സ് ഉണ്ട് അല്ലേ. അപ്പോൾ ഓർഡേഡ് ട്രിപ്ലെറ്റ്. ഇനി നമ്മളിപ്പോൾ കണ്ട എല്ലാ പ്രോപ്പർട്ടീസും നമുക്കൊന്ന് റീകളക്ട് ചെയ്തെടുക്കാം. Such one, two ordered pairs are equal if and only if the corresponding first elements are equal and the second elements are also equal. Second one, if there are p elements in A and q elements in B, then there will be pq elements in A cross B. That is, if n of A equal to p and n of B equal to q, then n of A cross B equal to pq. Third one, if A and B are non-empty sets and either A or B is an infinite set, then so is A cross B. And last one, A cross A equal to set of all A, B, C such that A, B, C belongs to A. Here A, B, C is called an ordered triplet. അപ്പോൾ ഇത്രയേ ഉള്ളൂ കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ് എന്ന ടോപ്പിക്കും. ഇനി നമുക്കിതിലെ എക്സസൈസ് ക്വസ്റ്റ്യൻസ് ചെയ്യാം. ഫസ്റ്റ് വൺ, ഇഫ് എക്സ് ബൈ 3 പ്ലസ് 1 y മൈനസ് 2 ബൈ 3 ഈക്വൽ ടു 5 ബൈ 3 1 ബൈ 3, ഫൈൻഡ് ദ വാല്യൂസ് ഓഫ് എക്സ് ആൻഡ് വൈ. ഓർഡേഡ് പെയർ തന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഓർഡേഡ് പെയറിന് ഈക്വൽ ആണ് ഈ ഒരു ഓർഡേഡ് പെയർ. അപ്പോൾ ഇതിലെ എക്സും വൈ ആണ് കണ്ടുപിടിക്കേണ്ടത്. നമുക്കറിയാം ഓർഡേഡ് പെയർസ് ഈക്വൽ ആവുന്ന എപ്പോഴാണ്? ഫസ്റ്റ് എലമെന്റ് സെക്കൻഡ് ഓർഡേഡ് പെയറിൽ ഫസ്റ്റ് എലമെന്റിനോട് ഈക്വൽ ആയാലും സെക്കൻഡ് എലമെന്റ് സെക്കൻഡ് ഓർഡേഡ് പെയറിൽ സെക്കൻഡ് എലമെന്റിനോട് ഈക്വൽ ആയാലാണ് ഓർഡേഡ് പെയർസ് തമ്മിൽ ഈക്വൽ ആവുന്നത് അല്ലേ. നമ്മൾ നേരത്തെ ഓൾറെഡി പ്രോപ്പർട്ടീസിൽ കണ്ടു. അപ്പോൾ നമുക്കറിയാം ഈ എക്സ് ബൈ 3 പ്ലസ് 1
ഈ ഒരു ഫസ്റ്റ് എലമെന്റ് ഏതിനോട് ഈക്വൽ ആയിരിക്കും? 5/3 ഈക്വൽ ആയിരിക്കും. അപ്പോൾ നമുക്ക് ഇക്വേറ്റ് ചെയ്യാം. x/3 പ്ലസ് 1 ഈക്വൽ ടു 5/3. അപ്പോൾ x/3 പ്ലസ് 1 ഈക്വൽ ടു 5/3. ഇനി ഇതിൽ നിന്ന് എക്സ് കണ്ടുപിടിക്കാം. അപ്പോൾ x/3 ഈക്വൽ ടു 5/3 മൈനസ് 1 ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. 5 മൈനസ് 3 ഡിവൈഡഡ് ബൈ 3 2/3. അപ്പോൾ x/3 ഈക്വൽ ടു 2/3 എന്ന് കിട്ടി. അപ്പോൾ x ഈക്വൽ ടു 2 എന്ന് കിട്ടി. ഇനി നമുക്ക് നെക്സ്റ്റ് y ആണ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ y കണ്ടുപിടിക്കാൻ ഇപ്പോൾ സെയിം പ്രോസസ്സ് തന്നെ ചെയ്യാം. ഈ y മൈനസ് 2/3 എന്തിനോട് ഈക്വൽ ആണ്? 1/3 ഈക്വൽ ആണ്. നമുക്ക് എഴുതാം y മൈനസ് 2/3 ഈക്വൽ ടു 1/3. ഇനി ഇതിൽ നിന്ന് y കണ്ടുപിടിക്കാം. y ഈക്വൽ ടു 1/3 പ്ലസ് 2/3 ഈക്വൽ ടു 3/3 ഈക്വൽ ടു 1. അപ്പോൾ എക്സും വൈയും നമുക്ക് കിട്ടി. എക്സ് ഈക്വൽ ടു 2 ആൻഡ് y ഈക്വൽ ടു 1. ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇഫ് ദ സെറ്റ് എ ഹാസ് 3 elements and the set b equal to 3, 4, 5, then find the number of elements in A cross B. ഈ ക്വസ്റ്റ്യനിൽ സെറ്റ് എയിലെ എലമെന്റ്സ് നമുക്ക് തന്നിട്ടില്ല, പക്ഷെ സെറ്റ് എയിൽ എത്ര എലമെന്റ്സ് ഉണ്ടെന്ന് തന്നിട്ടുണ്ട്. അതായത് നമ്പർ ഓഫ് എ തന്നിട്ടുണ്ട്, അതാണ് 3 എലമെന്റ്സ് ഉണ്ടെന്ന് തന്നിട്ടുണ്ട്. ഇനി ബിയിൽ എല്ലാ എലമെന്റ്സും നമുക്ക് ഓൾറെഡി തന്നിട്ടുണ്ട്. ബി എന്ന സെറ്റിലെ എലമെന്റ്സ് ആണ് 3, 4, 5. അപ്പോൾ നമ്പർ ഓഫ് ബി എത്രയായിരിക്കും? ഈക്വൽ ടു 3. 3 എലമെന്റ്സ് ഉണ്ട്, അപ്പോൾ നമ്പർ ഓഫ് ബി 3. ഇനി നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കുന്നത് നമ്പർ ഓഫ് എ ക്രോസ് ബി ആണ്. അതായത് എയും ബിയും കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് കണ്ടുപിടിക്കുമ്പോൾ ഉണ്ടാവുന്ന എത്ര ഓർഡേഡ് പെയർസ് ഉണ്ടാവും എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് ഓൾറെഡി അറിയാം, നമ്മൾ നേരത്തെ പ്രോപ്പർട്ടീസിൽ പഠിച്ചു അല്ലേ? നമ്പർ ഓഫ് എയും നമ്പർ ഓഫ് ബിയും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്പർ ഓഫ് എ ക്രോസ് ബി കിട്ടും. അപ്പോൾ നമ്പർ ഓഫ് എ എത്രയാണ്? 3 ഇൻറ്റു നമ്പർ ഓഫ് ബി 3. 3 ഇൻറ്റു 3 9. അപ്പോൾ 9 ഓർഡേഡ് പെയർസ് ഉണ്ടായിരിക്കും ഏതിൽ? നമ്പർ ഓഫ് എ ക്രോസ് ബിയിൽ. Next question, if G equal to 7, 8 and H equal to 5, 4, 2, find G cross H and H cross G. ഇവിടെ രണ്ട് സെറ്റ്സ് തന്നിട്ടുണ്ട് അല്ലേ? ജിയും എച്ചും. ഇനി നമുക്ക് കണ്ടുപിടിക്കുന്നത് എന്താണ്? ജിയും എച്ചിനെയും കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് കണ്ടുപിടിക്കണം. അതായത് ജി ക്രോസ് എച്ചും കണ്ടുപിടിക്കണം, എച്ച് ക്രോസ് ജിയും കണ്ടുപിടിക്കണം. നമുക്ക് ആദ്യം തന്നെ ജി ക്രോസ് എച്ച് കണ്ടുപിടിക്കാം. ജി ക്രോസ് എച്ച് ഏതൊക്കെ ഓർഡേഡ് പെയർസ് ആയിരിക്കും? ഫസ്റ്റ് ജിയിലെ എലമെന്റ്സ് എടുക്കണം അല്ലേ? അപ്പോൾ ജിയിൽ 7, നെക്സ്റ്റ് എച്ചിലെ എലമെന്റ് 5. അപ്പോൾ നമുക്ക് എഴുതാം 7, 5, നെക്സ്റ്റ് 7, 4, നെക്സ്റ്റ് 7, 2. ഇപ്പോൾ 7 എന്ന എലമെന്റ് ഈ എച്ച് എന്ന എല്ലാ എലമെന്റ്സിനെയും കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ് ചെയ്തു. നെക്സ്റ്റ് 8 എന്ന എലമെന്റ് 8, 5, 8, 4, 8, 2. അപ്പോൾ ഇതാണ് ജി ക്രോസ് എച്ച്. നെക്സ്റ്റ് എച്ച് ക്രോസ് ജി കണ്ടുപിടിക്കണം. എച്ച് ക്രോസ് ജി ഈക്വൽ ടു, എച്ച് ക്രോസ് ജി ആകുമ്പോൾ ഫസ്റ്റ് എലമെന്റ് ഏതിലെടുക്കണ്ടേ? എച്ചിലെ എടുക്കണം. അപ്പോൾ എച്ചിലെ ഫസ്റ്റ് എലമെന്റ് 5 ആണ്. 5, 7. നെക്സ്റ്റ് 5, 8. അപ്പോൾ 5 എന്ന എലമെന്റ് എടുത്തു, ജി എന്ന എല്ലാ എലമെന്റ്സിനെയും കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ് ചെയ്തു. നെക്സ്റ്റ് 4 എന്ന എലമെന്റ് എടുക്കണം. അപ്പോൾ 4, 7, 4, 8. നെക്സ്റ്റ് 2 എന്ന എലമെന്റ് എടുക്കണം. 2, 7, 2, 8. അപ്പോൾ ജി ക്രോസ് എച്ച് കണ്ടുപിടിച്ചു, എച്ച് ക്രോസ് ജിയും കണ്ടുപിടിച്ചു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, state whether each of the following statements are true or false. If the statement is false, rewrite the given statement correctly. First one, if P equal to Mn and Q equal to Nm, then P cross Q equal to Mn Nm. ഈ ക്വസ്റ്റ്യനിൽ പിയും ക്യൂവും രണ്ട് സെറ്റ്സ് തന്നിട്ടുണ്ട്, അതിൽ എലമെന്റ്സ് തന്നിട്ടുണ്ട്. ഇനി പി ക്രോസ് ക്യൂ ഈ ഒരു സെറ്റ് തന്നിട്ടുണ്ട്, അപ്പോൾ അത് ട്രൂ ആണെന്നാണ് നമുക്ക് ചെക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് പി ക്രോസ് ക്യൂ നമുക്ക് എഴുതി നോക്കാം. നമുക്കറിയാവുന്ന വെച്ചിട്ട് നമുക്ക് പി ക്രോസ് ക്യൂ എഴുതി നോക്കാം. അതായത് പിയിലെ എലമെന്റ് എമ്മും ക്യൂവിലെ ആദ്യ എലമെന്റ് എന്നും. അപ്പോൾ എം എൻ, നെക്സ്റ്റ് എം എം,
നെക്സ്റ്റ് n n and last one n m. ഇത്രയാണ് p ക്രോസ് q എന്ന സെറ്റിലെ എലമെന്റ്സ് വരാം. mn mm nn nm 4 എലമെന്റ്സ് വരും. കാരണം എന്തുകൊണ്ടാണ്? p എന്ന സെറ്റിൽ എത്ര എലമെന്റ്സ് ഉണ്ട്? 2 എലമെന്റ്സ് ഉണ്ട്. q എന്ന സെറ്റിലും 2 എലമെന്റ്സ് ഉണ്ട്. അപ്പോൾ p ക്രോസ് qൽ എത്ര എലമെന്റ്സ് വേണം? 2 × 2 4 എലമെന്റ്സ് വേണം. ഇത്രയാണ് 4 എലമെന്റ്സ്. പക്ഷെ ഇവിടെ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് 2 എലമെന്റ്സേ ഉള്ളൂ, അതായത് 2 ഓർഡേർഡ് പെയർസേ ഉള്ളൂ. അപ്പോൾ ഈ സ്റ്റേറ്റ്മെന്റ് ഫാൾസ് ആണ്. Next one, if A and B are non-empty sets, then A cross B is a non-empty set of ordered pairs x, y such that x belongs to A and y belongs to B. തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് അനുസരിച്ച് നമുക്ക് സെറ്റ് ബിൽഡർ ഫോമിൽ എഴുതി നോക്കാം. A cross B. A cross B എന്നത് ഈക്വൽ ടു എക്സ് വൈ എന്ന എലമെന്റ്സിന്റെ ആണ് അല്ലേ? അപ്പൊ എക്സ് വൈ such that എന്താ പറഞ്ഞിരിക്കുന്നത്? x belongs to A ആണ്, നെക്സ്റ്റ് y belongs to B ആണ്. അപ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ് അല്ലേ? അതിൽ ഫസ്റ്റ് എലമെന്റ് എക്സ് എപ്പോഴും A എന്ന സെറ്റിലായിരിക്കണം, നെക്സ്റ്റ് y എന്ന എലമെന്റ് എപ്പോഴും രണ്ടാമതുള്ള B എന്ന സെറ്റിലെ എലമെന്റ് ആയിരിക്കണം. അപ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. നെക്സ്റ്റ് വൺ, ഇഫ് A equal to 1 2 B equal to 3 4 then A cross B intersection 5 equal to 5. ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ഈക്വൽ ടു എം ടി സെറ്റ് ആണെന്നാണ് സ്റ്റേറ്റ്മെന്റിൽ പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ആദ്യം തന്നെ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് നോക്കാം എങ്ങനെ വരും എന്ന്. അപ്പോൾ B ഇന്റർസെക്ഷൻ 5 ആദ്യം എടുത്ത് നോക്കാം. B ഇന്റർസെക്ഷൻ 5, അതായത് B എന്ന സെറ്റും എം ടി സെറ്റും, ഈ രണ്ട് സെറ്റ്സും തമ്മിൽ ഇന്റർസെക്ട് ചെയ്യുമ്പോൾ നമ്മൾ ഇന്റർസെക്ഷനിലെ പ്രോപ്പർട്ടീസിൽ പഠിച്ചിട്ടുള്ള പോലെ തന്നെ ഇത് രണ്ടും ഇന്റർസെക്ട് ചെയ്യുമ്പോൾ നമുക്ക് എം ടി സെറ്റ് തന്നെയാണ് കിട്ടുന്നത്. അപ്പോൾ ഈ ഒരു ഭാഗം മൊത്തം എം ടി സെറ്റ് എന്ന് കിട്ടി, ഇത് എം ടി സെറ്റ് എന്ന് കിട്ടി. അപ്പോൾ ഇനി നെക്സ്റ്റ് ചെയ്യേണ്ട പ്രോസസ്സ് ഏതാണ്? എ ക്രോസ് എം ടി സെറ്റ്. കാരണം ഇത് മൊത്തം എം ടി സെറ്റ് എന്ന് കിട്ടി. അപ്പോൾ ഇനി ഇതിനെ കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് ചെയ്താൽ മതി അല്ലേ? അപ്പോൾ എ ക്രോസ് എം ടി സെറ്റ് നമ്മൾ കാർട്ടീഷ്യൻ പ്രോഡക്റ്റിന്റെ പ്രോപ്പർട്ടീസിലും പഠിച്ചിട്ടുണ്ട്. നൾ സെറ്റ് അല്ലെങ്കിൽ എം ടി സെറ്റിനെ ഒരു സെറ്റുമായിട്ട് കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് എം ടി സെറ്റ് തന്നെയാണ്. അപ്പോൾ ഈക്വൽ ടു എം ടി സെറ്റ്. അപ്പോൾ ഇത് ഈക്വൽ ടു എം ടി സെറ്റ് എന്ന് കിട്ടും. തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് ട്രൂ ആണ്. നെക്സ്റ്റ് വൺ, ഇഫ് എ ഈക്വൽ ടു -1 1 ഫൈൻഡ് എ ക്രോസ് എ. തന്നിരിക്കുന്ന സെറ്റ് എ എന്ന് -1 1 ആണ്. അപ്പോൾ ഈ സെറ്റിന്റെ ഓർഡർ ട്രിപ്ലറ്റ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അല്ലേ? അപ്പോൾ നമുക്ക് എഴുതാം എ ക്രോസ് എ. നമുക്ക് കണ്ടുപിടിക്കുന്നത് എ ക്രോസ് എ ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ? എ ക്രോസ് എ ഇതാണ് കണ്ടുപിടിക്കേണ്ടത്. ആദ്യം തന്നെ നമുക്ക് ഫസ്റ്റ് എ ക്രോസ് എ ചെയ്ത് നോക്കാം. എന്നിട്ട് കിട്ടുന്ന ആൻസറിന് ഒന്നും കൂടെ കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് ചെയ്യും. ഇപ്പോൾ എ ക്രോസ് എ കാണുന്നതിന് വേണ്ടിയിട്ട് എ 2 ടൈംസ് ജസ്റ്റ് ഒന്ന് എഴുതിയെന്നേ ഉള്ളൂ, കൺഫ്യൂഷൻ ആകാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടെ -1 -1 നെക്സ്റ്റ് -1 1, അത് കഴിഞ്ഞ് രണ്ടാമത്തെ എലമെന്റ് 1 -1, അത് കഴിഞ്ഞ് രണ്ടാമത്തെ എലമെന്റ് 1 1. അപ്പൊ എ ക്രോസ് എ കിട്ടി. അപ്പൊ ഇനി ഇതിന് ഒന്നും കൂടെ എ ക്രോസ് കണ്ടുപിടിക്കണം. അപ്പൊ എ ക്രോസ് എ ഈക്വൽ ടു എന്ത് വരും? നമ്മൾ ഓൾറെഡി എ ക്രോസ് എ കണ്ടുപിടിച്ചിട്ടുണ്ടല്ലേ? അപ്പൊ അതിലെ ഫസ്റ്റ് എലമെന്റും പിന്നെ ഒരു എയിലെ ഫസ്റ്റ് എലമെന്റും -1 -1 എന്ന് വരും. ഓർഡർ ട്രിപ്ലറ്റ് നമുക്ക് കിട്ടി. ഇനി ഇതിലെ ഫസ്റ്റ് എലമെന്റ് തന്നെ എയിലെ സെക്കൻഡ് എലമെന്റിനോട് കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ് ചെയ്യണം. ഓക്കെ, -1 1 എന്ന് വരും. അത് കഴിഞ്ഞിട്ട് അപ്പോൾ ഇതിലെ ഫസ്റ്റ് എലമെന്റ് ഈ എ എന്ന സെറ്റിലെ ഫസ്റ്റ് എലമെന്റിനോടും സെക്കൻഡ് എലമെന്റിനോടും കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ് ചെയ്തു. ഇനി ഇതിലെ സെക്കൻഡ് എലമെന്റ് എടുക്കാം. -1 1 ഫസ്റ്റ് എലമെന്റ് ആയ -1നോട് കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ് ചെയ്തു. -1 1 -1. ഇനി നെക്സ്റ്റ് സെക്കൻഡ് എലമെന്റിനോട്, ഇതിലെ സെക്കൻഡ് എലമെന്റ് ഈ എ എന്ന സെറ്റിലെ സെക്കൻഡ് എലമെന്റിനോട് -1 1 1 എന്ന് വന്നു. അപ്പോൾ ആ ഒരു സെക്കൻഡ് എലമെന്റും ഈ എ ക്രോസ് എയിലെ സെക്കൻഡ് എലമെന്റിന്റെയും കാര്യം കഴിഞ്ഞു. ഇനി നമുക്ക് തേർഡ് എലമെന്റ് എടുക്കാം. 1 -1. അപ്പോൾ 1 -1
ഫസ്റ്റ് എലമെന്റിനോട് കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് ചെയ്യാം. അപ്പോൾ 1 -1 -1. ഇനി ഈ എലമെന്റ് ഈ ഒരു ഓർഡേഡ് പെയർ സെക്കൻഡ് എലമെന്റിനോട് കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് ചെയ്യുന്നു. 1 -1 1. അപ്പൊ അങ്ങനെ ഈ ഒരു തേർഡ് ഓർഡേഡ് പെയറിന്റെ കാര്യം കഴിഞ്ഞു. അടുത്തത് ലാസ്റ്റ് ഓർഡേഡ് പെയർ എടുക്കാം. 1 1 1 ഇതിലെ ഫസ്റ്റ് എലമെന്റ് -1. നെക്സ്റ്റ് ഇതിലെ 1 1 1. അപ്പോൾ എഴുതാം 1 1 1. അപ്പോൾ എ ക്രോസ് എ എത്ര എലമെന്റ്സ് കിട്ടി? എത്ര ഓർഡേഡ് പെയർസ് കിട്ടി? 1 2 3 4 5 6 7 8. 8 ഓർഡേഡ് പെയർസ് കിട്ടി. ഇനി നമുക്ക് ശരിയാണോ എന്ന് ചെക്ക് ചെയ്യുന്നത് എങ്ങനെയാ? എ എന്ന സെറ്റിൽ 2 എലമെന്റ്സ് ഉണ്ട്. അപ്പോൾ 3 ടൈംസ് എ ക്രോസ് എ ചെയ്യുമ്പോൾ എത്ര എലമെന്റ്സ് കാണണം? നമ്പർ ഓഫ് എ ക്രോസ് എ എത്രയായിരിക്കും? 2 × 2 × 2 എത്ര വരും? 8 എന്ന് വരും. അപ്പോൾ നമ്മൾ ആ എല്ലാ 8 എലമെന്റ്സ് നമ്മൾ എഴുതിയിട്ടുണ്ട് അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇഫ് എ ക്രോസ് ബി ഈക്വൽ ടു AX AY BX BY ഫൈൻഡ് എ ആൻഡ് ബി. എ ക്രോസ് ബി എന്ന സെറ്റിലെ എലമെന്റ്സ് എല്ലാം തന്നിട്ടുണ്ട്. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് എയും ബിയും കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഈസി അല്ലേ? നമുക്ക് കണ്ടുപിടിക്കാം. എ എന്ന സെറ്റിലെ എലമെന്റ്സ് ഏതൊക്കെയായിരിക്കും? ഇതിലെ ഈ ഒരു ഓർഡേഡ് പെയർസിലെ ഫസ്റ്റ് എലമെന്റ്സ് ആയിരിക്കും എ എന്ന സെറ്റിലെ എലമെന്റ്സ്. കാരണം എ ആണ് ഇതിൽ ഫസ്റ്റ് എഴുതിയിരിക്കുന്നത് അല്ലേ? അപ്പോൾ ഇതിൽ ഫസ്റ്റ് എഴുതിയിരിക്കുന്ന എലമെന്റ് ഏതൊക്കെയാണ്? എയും ബിയും. അപ്പോൾ നമുക്ക് എ എന്ന സെറ്റിലെ എലമെന്റ്സ് കിട്ടി, എ ആൻഡ് ബി. ഇനി നെക്സ്റ്റ് ബി എന്ന സെറ്റിലെ എലമെന്റ്സ് ഏതായിരിക്കും? ഈ ഓർഡേഡ് പെയർസിലെ സെക്കൻഡ് എലമെന്റ്സ് എല്ലാം ആയിരിക്കും ബി എന്ന സെറ്റിലെ എലമെന്റ്സ്, അതായത് എക്സും വൈയും. അപ്പോൾ എക്സ് ആൻഡ് വൈ ആണ് ബി എന്ന സെറ്റിലെ എലമെന്റ്സ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ലെറ്റ് എ ഈക്വൽ ടു 1 2, ബി ഈക്വൽ ടു 1 2 3 4, സി ഈക്വൽ ടു 5 6 ആൻഡ് ഡി ഈക്വൽ ടു 5 6 7 8. Verify that A cross B intersection C equal to A cross B intersection A cross C. Second one, A cross C is a subset of B cross D. അപ്പോൾ തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിലെ എല്ലാ സെറ്റ്സും ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫസ്റ്റ് പ്രൂവ് ചെയ്യേണ്ടത് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ഈ ലെഫ്റ്റ് സൈഡ് എടുക്കാം. ലെഫ്റ്റ് സൈഡിലെ A ക്രോസ് B ഇന്റർസെക്ഷൻ C. അപ്പോൾ ആദ്യം ഇത് കണ്ടുപിടിക്കാനായിട്ട് ഫസ്റ്റ് തന്നെ നമുക്ക് B ഇന്റർസെക്ഷൻ C എന്താണെന്ന് കണ്ടുപിടിക്കാം. ബി ഇന്റർസെക്ഷൻ സി ഏതാണ്? ബിയിലും സിയിലെയും കോമൺ എലമെന്റ്സ്. ബിയിലും സിയിലും കോമൺ എലമെന്റ്സ് ഉണ്ടോ? ബിയിലും സിയിലും കോമൺ എലമെന്റ്സ് ഇല്ല. ഇതിൽ 1 2 3 4, ഇതിൽ 5 6 ആണ്. കോമൺ എലമെന്റ്സ് ഒന്നുമില്ല. ഇറ്റ് മീൻസ് എംപ്റ്റി സെറ്റ്സ്. ഇനി ബി ഇന്റർസെക്ഷൻ സി എംപ്റ്റി സെറ്റ് ആണ് കിട്ടി. അപ്പോൾ എ ക്രോസ് എംപ്റ്റി സെറ്റ് അല്ലേ? അപ്പോൾ നമുക്ക് ഇവിടെ എഴുതാം എ ക്രോസ് എംപ്റ്റി സെറ്റ് ഈക്വൽ ടു എംപ്റ്റി സെറ്റ് തന്നെ. അപ്പോൾ ഈ ഒരു സെക്ഷൻ ഫുള്ള് എംപ്റ്റി സെറ്റ് എന്ന് നമുക്ക് കിട്ടി. ഇനി അത് കഴിഞ്ഞിട്ട് ഈ ഒരു സെറ്റ് നോക്കാം. ഈ ഒരു റൈറ്റ് സൈഡ് നോക്കാം. അതായത് എ ക്രോസ് ബി. എ ക്രോസ് ബി ഏതൊക്കെയാണ്? 1 1 1 2 1 3 1 4, നെക്സ്റ്റ് 2 1 2 2 2 3 and 2 4. ഇപ്പോൾ എ ക്രോസ് ബി കിട്ടി. ഇനി എ ക്രോസ് സിയും കാണും അല്ലേ? അപ്പോൾ എ ക്രോസ് സി നോക്കാം. എ ക്രോസ് സി എയും സിയും. അപ്പോൾ 1 5 1 6, നെക്സ്റ്റ് 2 5 2 6. ഇനി എന്താ ചെയ്യേണ്ടത്? എ ക്രോസ് ബിയും കണ്ടു, എ ക്രോസ് സിയും കണ്ടു. ഈ രണ്ട് സെറ്റ്സും കൂടെ ഇന്റർസെക്ട് ചെയ്യണം. അപ്പോൾ ഈ രണ്ട് സെറ്റും കൂടെ ഇന്റർസെക്ട് ചെയ്താൽ എങ്ങനെയായിരിക്കും? എ ക്രോസ് ബി ഇന്റർസെക്ഷൻ എ ക്രോസ് സി. അതായത് ഈ രണ്ട് സെറ്റ്സിലെ കോമൺ എലമെന്റ്സ്. അപ്പോൾ കോമൺ എലമെന്റ്സ് ഏതൊക്കെയായിരിക്കും? നമുക്ക് നോക്കാം കോമൺ എലമെന്റ്സ് ഉണ്ടോയെന്ന്. ഇതിനകത്ത് കോമൺ എലമെന്റ്സ് ഒന്നും തന്നെ ഇല്ല അല്ലേ? ഇറ്റ് മീൻസ് എംപ്റ്റി സെറ്റ്. അപ്പോൾ ഇതും എംപ്റ്റി സെറ്റ് എന്ന് കിട്ടി, ഇതും എംപ്റ്റി സെറ്റ് എന്ന് കിട്ടി. അപ്പോൾ ഈ രണ്ട് സ്റ്റേറ്റ്മെന്റും ഈക്വൽ ആണ്. അപ്പോൾ ഈ സ്റ്റേറ്റ്മെന്റ് പ്രൂവ് ചെയ്തു. ഇനി നെക്സ്റ്റ് പ്രൂവ് ചെയ്യേണ്ടത് എ ക്രോസ് സി ഇസ് എ സബ്സെറ്റ് ഓഫ് ബി ക്രോസ് ഡി. അപ്പോൾ ബി ക്രോസ് ഡിയുടെ സബ്സെറ്റ് ആണ് എ ക്രോസ് സി എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ എ ക്രോസ് സി കണ്ടുപിടിക്കാം. എ ക്രോസ് സി ഈക്വൽ ടു ഏതൊക്കെയായിരിക്കും? 1 5 1 6 2 5
and 2 6. നെക്സ്റ്റ് ബി ക്രോസ് ഡി കണ്ടുപിടിക്കാം. ബി ക്രോസ് ഡി ഈക്വൽ ടു ബിയും ഡി ഇതാ അല്ലേ. അപ്പോൾ 1 5 1 6 1 7 1 8. നെക്സ്റ്റ് 2 5 2 6 2 7 2 8. Next 3 5 3 6 3 7 3 8. Next 4 5 4 6 4 7 4 8. അപ്പോൾ ഇത്രയും എലമെൻറ്റ്സ് ഉണ്ട്, ഇത്രയും ഓർഡേഡ് പെയർസ് ഉണ്ട് ബി ക്രോസ് ഡിയിൽ. ഇനി ബി ക്രോസ് ഡിയിലെ എലമെൻറ്റ്സിൽ എ ക്രോസ് സി എന്ന എലമെൻറ്റ്സ് ഉണ്ടോ എന്ന് നോക്കാം. അതായത് 1 5 1 6 2 5 2 6. ഇതിനകത്ത് ദേ 1 5 ഉണ്ട്. ഇനി 1 6 എവിടെയാ? 1 6 എവിടെയുണ്ട്. നെക്സ്റ്റ് 2 5 ഇവിടെയുണ്ട്, 2 6 ഇവിടെയുണ്ട്. അപ്പം ബി ക്രോസ് ഡി എന്ന സെറ്റിൽ എ ക്രോസ് സിയിലെ എല്ലാ എലമെൻറ്റ്സും ഉണ്ട്. ഇറ്റ് മീൻസ് എ ക്രോസ് സി ഈസ് എ സബ്സെറ്റ് ഓഫ് B cross C. Next question, let A equal to 1 2 and B equal to 3 4. Write A cross B. How many subsets will A cross B have? List them. അപ്പോൾ എ ബിയും രണ്ട് സെറ്റ്സ് ആണെന്നുണ്ട്. ഇനി ഇതിൻ്റെ എ ക്രോസ് ബി കണ്ടുപിടിക്കണം. എ ക്രോസ് ബി കണ്ടുപിടിക്കാൻ നമുക്കറിയാം. എ ക്രോസ് ബി ഈക്വൽ ടു 1 3 1 4. നെക്സ്റ്റ് 2 3 2 4. അപ്പോൾ എ ക്രോസ് ബി എന്ന സെറ്റ് കിട്ടി. ഇനി ചോദിച്ചേക്കുന്നത് ഈ എ ക്രോസ് ബി എന്ന സെറ്റിന് എത്ര സബ്സെറ്റ് ഉണ്ടായിരിക്കണം. അപ്പോൾ സബ്സെറ്റ്സിനെ പറ്റി നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചാൽ അല്ലേ. അപ്പോൾ സബ്സെറ്റിന് എത്ര സബ്സെറ്റ് ഉണ്ടായിരിക്കും? ഇതിൽ 4 എലമെൻറ്റ്സ് ഉണ്ട്. ഇറ്റ് മീൻസ് ഇറ്റ് ഹാസ് 2 raised to 4 സബ്സെറ്റ്സ്. അപ്പോൾ 2 raised to 4 എന്ന് വെച്ചാൽ എത്രയാ? 16 സബ്സെറ്റ്സ് ഉണ്ടായിരിക്കും. 16 സബ്സെറ്റ്സ് ഈ എ ക്രോസ് ബി എന്ന സെറ്റിന് ഉണ്ടായിരിക്കും. അപ്പോൾ അത് ഏതൊക്കെയാണെന്ന് ലിസ്റ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. എ ക്രോസ് ബി എന്ന സെറ്റിൻ്റെ സബ്സെറ്റ്സ് ഫസ്റ്റ് എം ടി സെറ്റ്, പിന്നെ ഈ എ ക്രോസ് ബി എന്ന സെറ്റ്, അതായത് 1 3 1 4 2 3 2 4. അതാണ് രണ്ടാമത്തെ സബ്സെറ്റ്, അതായത് ആ സെറ്റ് തന്നെ. ഇനി അപ്പോൾ 2 സെറ്റ് കിട്ടി അല്ലേ. ഇനി മൂന്നാമത്തെ സെറ്റ് 1 3 എന്ന സെറ്റ് മാത്രം, മൂന്നാമത്തെ സെറ്റ് കിട്ടി. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ആദ്യം തന്നെ ഈ ഓരോ സെറ്റും ഓരോ എലമെൻറ്റ്സും ഓരോ സെറ്റാക്കി തന്നെ എഴുതാം. അപ്പോൾ 1 3 എഴുതി. നെക്സ്റ്റ് 1 4 മാത്രം ഒരു സബ്സെറ്റ്. അത് കഴിഞ്ഞ് 2 3 മാത്രം ഒരു സബ്സെറ്റ്. പിന്നെ 2 4 മാത്രം അടുത്ത സബ്സെറ്റ്. അപ്പോൾ എത്ര എണ്ണം കിട്ടി? 1 2 3 4 5 6. 6 സബ്സെറ്റ്സ് കിട്ടി. ഇനി നമുക്ക് എങ്ങനെയൊക്കെ കോമ്പിനേഷൻ ഉണ്ടാക്കാം? ഈ 1 3യും 1 4 1 3 1 4 അടുത്ത സബ്സെറ്റായി. അത് കഴിഞ്ഞിട്ട് 1 3യും 2 3 1 3 2 3. നെക്സ്റ്റ് 1 3യും 2 4 1 3 2 4. ഇനി 1 3നെ അവിടെ നിർത്താം. അത് കഴിഞ്ഞ് 1 4 നോക്കാം. അപ്പോൾ 1 4ഉം 2 3 1 4 2 3. നെക്സ്റ്റ് 1 4 2 4. അപ്പോൾ അങ്ങനെ 1 4ൻ്റെ കാര്യം കഴിഞ്ഞു. അത് കഴിഞ്ഞ് 2 3 എടുക്കാം. അപ്പോൾ 2 3യും 2 4ഉം 2 3 2 4. അങ്ങനെ 2 3യുടെയും കഴിഞ്ഞു. ഇനി 2 4 മാത്രമായിട്ട് 2 4 വേറെ ഒരു ഓർഡേഡ് പെയറിൻ്റെ കൂടെ എഴുതാൻ പറ്റില്ല. ബാക്കി ഓൾറെഡി നമ്മളെല്ലാം എഴുതിയതാണ് അല്ലേ. ഇപ്പോൾ 2 4 ഒറ്റയ്ക്കുള്ളതും ഓൾറെഡി എഴുതിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇപ്പോൾ ഓരോ സെറ്റിലും ഇതുവരെയുള്ള ആദ്യം എം ടി സെറ്റ് എടുത്തു, പിന്നെ എ ക്രോസ് ബി എന്ന സെറ്റ് ഫുള്ളായിട്ട് എടുത്തു, പിന്നെ ഓരോ ഓർഡേഡ് പെയർ ഓരോ സെറ്റാക്കി എഴുതി. അത് കഴിഞ്ഞ് 2 ഓർഡേഡ് പെയേഴ്സ് എടുത്ത് ഓരോ സെറ്റാക്കി എഴുതി, ഓരോ സബ്സെറ്റാക്കി.
ഇനി അടുത്ത് നമുക്ക് 3 ഓർഡേർഡ് പെയർസ് എടുക്കാം. അപ്പം 1 3 1 4 2 3 അതൊരു കോമ്പിനേഷനായി. ഇനി 1 3 1 4 2 4 1 3 1 4 2 4 അപ്പോൾ അതൊരു സബ്സെറ്റായി. ഇനി നമുക്ക് എങ്ങനെയൊക്കെ കോമ്പിനേഷൻ എടുക്കാം? 1 4 വെച്ചിട്ട് എടുക്കാം. 1 4 2 3 2 4 1 4 2 3 2 4 അടുത്ത സബ്സെറ്റായി. ഇനി 1 3 2 3 2 4 എടുക്കാം. 1 3 2 3 2 4 അത് കഴിഞ്ഞ് ഇനി 1 3യുടെ കഴിഞ്ഞു അല്ലേ? 1 3യുടെ കോമ്പിനേഷൻ ആയിട്ട് നമ്മൾ 1 3 1 4 2 3 എഴുതി, 1 3 1 4 2 4 എഴുതി, 1 3 2 3 2 4 എഴുതി. അപ്പോൾ 1 3യുടെ കോമ്പിനേഷൻ കഴിഞ്ഞു. ഇനി അടുത്ത 1 4 എടുക്കാം. 1 4 2 3 2 4 1 4 2 3 2 4 ഇനി 1 4 വെച്ചിട്ട് വേറൊരു കോമ്പിനേഷൻ നമുക്ക് എഴുതാൻ പറ്റില്ല അല്ല, 3 ഓർഡേർഡ് പെയറുള്ള വേറൊരു കോമ്പിനേഷൻ നമുക്ക് എഴുതാൻ പറ്റില്ല. അതേപോലെ തന്നെ 2 3 വെച്ചിട്ടും വേറൊരു കോമ്പിനേഷൻ നമ്മൾ എഴുതാൻ പറ്റില്ല. അതൊക്കെ ഓൾറെഡി എഴുതിയതാണ്. 1 3 ആയിട്ടും 1 4 ആയിട്ടും എഴുതിയതാണ്. ഇനി 2 4 വെച്ചിട്ട് നമുക്ക് വേറെ കോമ്പിനേഷൻ ഒന്നും ഇല്ല. അപ്പോൾ നമുക്ക് എണ്ണി നോക്കാം എത്ര സബ്സെറ്റ്സ് ആണ്. നമുക്ക് എത്ര സബ്സെറ്റ്സ് ആണ് വേണ്ടത്? 16 സബ്സെറ്റ്സ് വേണം അല്ലേ? 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 16 സബ്സെറ്റ്സ് നമുക്ക് കിട്ടി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The Cartesian product A cross A has 9 elements among which are found -1 0 and 0 1. Find the set A and the remaining elements of A cross A. അപ്പോൾ A എന്ന സെറ്റ് നമുക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ എന്താണ് ഒരു ക്ലൂ തന്നേക്കുന്നവർ? A ക്രോസ് A എന്ന സെറ്റിൽ ഓർഡേർഡ് പെയർസ് 2 എണ്ണം അവർ തന്നിട്ടുണ്ട്. ഇപ്പോൾ ഓർഡേർഡ് പെയർസ് ഒരെണ്ണം -1 0യും 0 1. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് എ എന്ന സെറ്റിലെ എലമെന്റ്സ് കണ്ടുപിടിക്കണം. എ എന്ന സെറ്റിലെ എലമെന്റ്സ് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? ഇതിൽ -1 ഉണ്ട്, 0 ഉണ്ട്, 1 ഉണ്ട്. ഇനി എ ക്രോസ് എ എന്ന സെറ്റിൽ ടോട്ടൽ 9 എലമെന്റ്സ് ഉണ്ടെന്ന് പറഞ്ഞേക്കുന്നത് അല്ലേ? അതായത് നമ്പർ ഓഫ് എ ക്രോസ് എ 9 എലമെന്റ്സ് ഉണ്ടെന്ന് പറഞ്ഞേക്കുന്നത്. 9 എലമെന്റ്സ് ഉണ്ടെങ്കിൽ എ എന്ന സെറ്റിൽ ഒരൊറ്റ സെറ്റിൽ എത്ര എലമെന്റ്സ് ഉണ്ടായിരിക്കും? 3 എലമെന്റ്സ് ആയിരിക്കും ഉണ്ടായിരിക്കുക. ബിക്കോസ് ഇവിടെ 3 എലമെന്റ്സും ഈ എ എന്ന സെറ്റിൽ 3 എലമെന്റ്സ്. അപ്പോൾ 3 × 3 ആണ് 9 കിട്ടുന്നത് അല്ലേ? അപ്പോൾ 3 എലമെന്റ്സ് ആണ് എ എന്ന സെറ്റിൽ ഉള്ളതെന്ന് മനസ്സിലായി. അപ്പോൾ ഇതിൽ ഓൾറെഡി 3 എലമെന്റ്സ് ഇല്ലേ? -1 0 1. അപ്പോൾ നമുക്ക് മനസ്സിലായി -1 0 1. അപ്പോൾ ഈ 3 എലമെന്റ്സ് ആണ് എ എന്ന സെറ്റിലെ എലമെന്റ്സ്. കണ്ടുപിടിക്കാൻ വളരെ ഈസിയാണ്. ഇനി എന്താ കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കുന്നത്? എ ക്രോസ് എയിലെ ബാക്കി എല്ലാ എലമെന്റ്സും കണ്ടുപിടിക്കണം. ഇപ്പം 9 എലമെന്റ്സ് ടോട്ടൽ ഉണ്ട്. ഓൾറെഡി 2 എലമെന്റ്സ് അവർ തന്നിട്ടുള്ളൂ. ബാക്കി എലമെന്റ്സ് നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാം അല്ലേ? ഏതൊക്കെയായിരിക്കും? -1 -1 -1 0 -1 1 നെക്സ്റ്റ് 0 -1 0 0 0 1 next 1 -1 1 0 1 1. 9 elements ആയോ? 1 2 3 4 5 6 7 8 9 എലമെന്റ്സ് നമ്മൾ കണ്ടുപിടിച്ചു. അപ്പോൾ ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം. അതോടൊപ്പം ഈ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാർക്കും ഷെയർ ചെയ്യാം. അപ്പോൾ നെക്സ്റ്റ് ടൈം കാണുന്നവരെ ബൈ.